രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 20ാമത്തെ അധ്യായമാണ്. 8ാമത്തെ ശ്ലോകവും വന്ദന ശ്ലോകവുമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. 111ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ്, ചൊവ്വാഴ്ച കൃഷ്ണന്റെ കാമുകിയും ഖ്ലാദിനി ശക്തിയുമായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ഒരു വെബ് സീരിയലായിട്ട് അവതരിപ്പിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയുമാണ് അഷ്ടപതി. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ചിലർ എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ കൊല്ലത്താണ്, നിങ്ങൾക്ക് വരാം. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ടാണെന്നാണ് എൻ്റെ എഗ്രിമെൻറ്റ്. നിങ്ങൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. പിന്നെ അസ്ട്രോളജി, ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം എല്ലാം കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9645333999 വിളിച്ചാൽ മതി. തികച്ചും സൗജന്യം. പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ അഷ്ടാവക്ര ഗീതയുണ്ട്, കാണണം. ഈ പ്ലേലിസ്റ്റിനകത്ത് തന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിലുള്ളത് നിങ്ങൾ കേൾക്കണം. ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ കേൾക്കണം. ശ്രീബുദ്ധൻ, കൃഷ്ണന്റെ അവതാരമായ ബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയുണ്ട്, അതും നിങ്ങൾ കേൾക്കണം. അതേ കണക്ക് തന്നെ നമ്മുടെ രാധാ സഹസ്രനാമം വരികളുള്ളതും ഇല്ലാത്തതും കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. രാധികാ കവചൻ 2 ഉണ്ട്, അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കൂടാതെ കൃഷ്ണപ്രിയ പാടിയതുകൊണ്ട് അതൊക്കെ നിങ്ങൾ കേൾക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്.
എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മ കീ ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണിയമ്മ കീ ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മ കീ ജയ്. അപ്പോൾ നമ്മൾ അഷ്ടപതി ആരംഭിക്കുകയാണ്. നമുക്ക് നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്, അത് കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അഷ്ടപതി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ അഷ്ടപതിയെക്കുറിച്ച് നമ്മുടെ വിജയലക്ഷ്മി എനിക്കൊരു വീഡിയോ അയച്ചു തന്നിരുന്നു. അപ്പോൾ വിജയലക്ഷ്മി എനിക്ക് നേരത്തെ അയച്ചു തന്നിരുന്നു, ഞാൻ ഈ തിരക്കിൻ്റെ ഇടയ്ക്കൊന്നും വിട്ടുപോകുന്നതാണ്. അപ്പോൾ പിന്നെ രണ്ടാമതും വിജയലക്ഷ്മി എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ എല്ലാം റെഡിയാക്കിയതാണ്, പിന്നെയും ഞാനങ്ങ് മറന്നുപോയതാണ്. ഇന്നിപ്പം റെക്കോർഡ് ചെയ്തപ്പോഴാണ് ഓർത്തത്. അപ്പം നമ്മുടെ ചാനലിനെ കുറിച്ച് അഷ്ടപതിയെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ പ്രിയങ്കരിയായ വിജയലക്ഷ്മിക്ക് എന്താ പറയാനുള്ളതെന്ന് കേട്ടുകൊള്ളൂ, അതിനുശേഷം തുടങ്ങാം. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. നമ്മുടെ ദിലീപ് സാറിൻ്റെ എല്ലാ വീഡിയോകളും കാത്തിരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സാറിൻ്റെ അഷ്ടപതി ക്ലാസ്സിനെ കുറിച്ച് ഒരു വോയിസ് ഞാനിടെ അയച്ചിരുന്നു. വീഡിയോയിൽ അതിടാൻ മറന്നുവെന്ന് അറിയിച്ചതിനാൽ ഒന്നുകൂടി ഇടുകയാണ്. കാരണം മറ്റൊന്നുമല്ല, സാർ നമുക്ക് വേണ്ടി ചെയ്യുന്ന സേവനം അത്ര വലുതാണ്. ആ സേവനത്തിന് ശ്രോതാവെന്ന നിലയിൽ മറുപടി നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അഷ്ടപതി ക്ലാസ് 108 എപ്പിസോഡ് പിന്നിട്ടിരിക്കുകയാണ്. അഷ്ടപതി 20 ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇത്ര മനോഹരമായ അന്തരാർത്ഥ സഹിതം അവതരിപ്പിക്കുന്ന ഒരു അഷ്ടപതി ക്ലാസ്സും ഞാൻ വേറെ കേട്ടിട്ടില്ല. എനിക്ക് ഒരു അഷ്ടപതി പാടാൻ രാധാദേവി അവസരം തന്നു. സാറിൻ്റെ അഷ്ടപതി ഇംഗ്ലീഷിലും തുടങ്ങുന്നു അറിഞ്ഞതിൽ ഏറെ സന്തോഷം. അങ്ങനെ സാറിൻ്റെ ക്ലാസ് ലോകമെങ്ങും പ്രചരിക്കട്ടെ. രാധാദേവിയുടെ കഥ കേൾക്കാനിടയായതോടെ കൃഷ്ണഭക്തിയായ ഞാൻ രാധാഭക്തിയായി. രാധാ സഹസ്രനാമം, രാധാ കവചം, രാധാസ്തുതി, അഷ്ടപതി എന്നിവയുടെ നിത്യപാരായണക്കാരിയായത് സാറിൻ്റെ ഒറ്റ പ്രയത്നം കൊണ്ടാണ്. രാധാദേവി വീഡിയോയിൽ ആദ്യമുണ്ടായ ചോദ്യോത്തര പങ്ക്തിയിലൂടെ എനിക്ക് ഗീതാ ഗോവിന്ദം സമ്മാനമായി കിട്ടിയതും ദേവിയുടെ അനുഗ്രഹമായി ഞാൻ കാണുന്നു. നാരായണീയം, ശ്രീബുദ്ധകഥ, ധർമ്മപദം, അഷ്ടാവക്ര ഗീത, മീരാദേവിയുടെ കഥ, കഠോപനിഷത്ത്, അമ്പലങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, സാർ രാധാഭക്തനായ സംഭവം, ഇങ്ങനെ ഭക്തി നിർഭരമായ പല വീഡിയോകളിലൂടെ ശ്രോതാക്കളുടെ ഗോലോകപ്രാപ്തിക്കായി യത്നിക്കുന്ന ദിലീപ് സാറിന് ഇനിയും നല്ല കാര്യങ്ങൾ നമുക്കായി നൽകാൻ രാധാദേവി ആരോഗ്യവും ആയുസ്സും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മിയുടെ അഭിപ്രായം നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ വിജയലക്ഷ്മിക്ക് നന്ദി പറയുന്നു. ഇനി നമുക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ ശ്ലോകം പാടിത്തരുന്നത് കഴിഞ്ഞതിനെ പോലെ തന്നെ അമ്മയും മകളുമാണ്, രമ്യയും അഞ്ജന കൃഷ്ണയും. ഇന്ന് ആദ്യത്തെ ശ്ലോകം പാടുന്നത് മറ്റാരുമല്ല, അഞ്ജന കൃഷ്ണ എന്ന കൊച്ചുമിടുക്കിയാണ്. രണ്ടാമത്തെ ശ്ലോകം നമുക്ക് പാടിത്തരുന്നത് അഞ്ജന കൃഷ്ണയുടെ അമ്മയായ രമ്യയാണ്. രണ്ടുപേരും കഠിന രാധാഭക്തരാണ്. അഞ്ജന കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിൽ തന്നെ അഷ്ടപതി പാടാൻ അവസരം ലഭിച്ചല്ലോ. മോളെ ഭാഗ്യവതിയാണ്. കാരണം എനിക്കൊന്നും ഈ പ്രായത്തിൽ അഷ്ടപതി എന്താണെന്നറിഞ്ഞൂടായിരുന്നു. നമ്മുടെ അഞ്ജന കൃഷ്ണയുടെ പ്രായത്തിൽ എനിക്ക് അഷ്ടപതി എന്താണെന്നറിയില്ല, രാധാറാണി എന്താണെന്ന് എനിക്കറിയില്ല, ചൊവ്വേ നേരെ കൃഷ്ണനെ പോലും എനിക്ക് എന്താണെന്ന് ആ പ്രായത്തിൽ എനിക്കറിയില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ താമസിച്ചിരുന്നത്. എനിക്ക് മാത്രമല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകർ, മുതിർന്നവരൊക്കെ ആലോചിച്ച് നോക്കെ, നിങ്ങൾക്ക് അഞ്ജന കൃഷ്ണയുടെ പ്രായത്തിൽ രാധയെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും അഷ്ടപതി എന്നുള്ളത് പലരും ഈ പ്രായമായതിനു ശേഷമാണ് കേൾക്കുന്നത്. അപ്പൊ അഞ്ജന ഭാഗ്യവതിയാണ് മോളെ. ഈ പ്രായത്തിൽ അത് പാടാൻ പറ്റിയല്ലോ. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മുടെ ശ്ലോകം നമുക്ക് പാടിത്തരുന്നത് അഞ്ജന കൃഷ്ണയും അമ്മയായ രമ്യയുമാണ്. രമ്യയാകട്ടെ വളരെ ഹൃദയത്തിൽ തട്ടിയാണ് ഇത് ആലപിക്കുന്നത്. അപ്പൊ നമ്മുടെ അഞ്ജന കൃഷ്ണ എന്ന കൊച്ചുമുടിക്ക് പാടുന്നത് കേട്ടുകൊള്ളൂ. ശ്രീ ജയദേവ പനിതമധരീകൃത ഭാരമുദാസിതവാമം ഹരിവിനിഹിതമനസാമധിതിഷ്ഠതു കണ്ഠതടീമവിരാമം മുക്തേ
അപ്പോൾ ഞാൻ ആ ശ്ലോകം പഠിപ്പിക്കാം, കേട്ടുകൊള്ളൂ. ശ്രീ ജയദേവ ഭണിത മധരീകൃത ഹാരമുദാസിത വാമം ഹരി വിനിഹിത മനസാമധിഷ്ഠിതു കണ്ഠതടീമവിരാമം. അർത്ഥം എഴുതിക്കൊള്ളൂ. അധരീകൃത. അധരീകൃത എന്ന് പറഞ്ഞാൽ മികച്ചു നിൽക്കുന്ന, ഒന്നിനെ കടത്തി വെട്ടുന്ന എന്നൊക്കെയാണ് അർത്ഥം. അധരീകൃത, മികച്ചു നിൽക്കുന്ന. ഉദാസിത അർത്ഥം ഗുണങ്ങളിൽ. വാമം അർത്ഥം മനോഹരം. വിനിഹിത മുറുകെ പിടിക്കുക. മനസ മനസ്സിൽ, മനസ്സിൽ. വിനിഹിത മനസ എന്ന് പറഞ്ഞാൽ മനസ്സർപ്പിച്ചിരിക്കുന്ന. വിനിഹിത മനസ മനസ്സ് അർപ്പിച്ചിരിക്കുന്ന. അതിതിഷ്ഠതു അതിതിഷ്ഠതു നിലകൊള്ളട്ടെ. കണ്ഠം കഴുത്ത്. തടി ഉപരിതലത്തിൽ. അവിരാമം അവസാനമില്ലാതെ, എല്ലായ്പ്പോഴും. അപ്പൊ എന്താ ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം? ശ്രീ ജയദേവ കവിയാൽ രചിക്കപ്പെട്ടതും മുത്തുമാലകളെ താഴ്ത്തിക്കെട്ടുന്നതും ധനത്തിന് വിലമതിക്കാനാകാത്തതുമായ ഈ ഗീതം എന്നെന്നും ഹരിയിൽ മനസ്സുറപ്പിച്ചവരുടെ കണ്ഠങ്ങളിൽ ശോഭിക്കട്ടെ. അതായത് ജയദേവ കവി അഷ്ടപതി കന്യകമാരുടെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ, ജയദേവ കവി എഴുതിയ അഷ്ടപതി എന്ന് പറയുന്നത് കന്യകമാരുടെ കഴുത്തിനെ അലങ്കരിക്കുന്ന രത്നങ്ങൾ പതിപ്പിച്ച നെക്ലസിനേക്കാൾ, മുത്തുമാലകളേക്കാൾ ശ്രേഷ്ഠമാണ്, അതിമനോഹരമാണ് ജയദേവ കവിയുടെ അഷ്ടപതി. സാധാരണ സ്ത്രീകളുടെ കഴുത്തിനെ അലങ്കരിക്കുന്ന ആഭരണങ്ങൾ അതിമനോഹരമാണ്. ഇവിടെ പ്രത്യേകിച്ചും ഗോപികമാരുടെ കഴുത്തിൽ കിടക്കുന്ന രത്നമാലകള്, ആ രത്നമാലകളേക്കാൾ ശ്രേഷ്ഠമാണ് ജയദേവ കവിയുടെ അഷ്ടപതി എന്ന് പറയുന്നത്. ഗോപികമാരുടെ മുത്തുമാലകളെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള അഴവുള്ളവയാണ് അഷ്ടപതി. അതായത് അഷ്ടപതിയിലെ ശ്ലോകം കേട്ടുകഴിഞ്ഞാൽ ഗോപികമാരുടെ കഴുത്തിൽ കിടക്കുന്ന മുത്തുമാലകൾ ലജ്ജിച്ചു പോകും. കാരണം ഇതുവരെയും ഞങ്ങളാണല്ലോ ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവർ എന്ന് കരുതി അലങ്കരിച്ചിരുന്നവരാണ്. എന്നാൽ അഷ്ടപതിയെ കണ്ടപ്പോൾ അഷ്ടപതിയുടെ മനോഹാരിതയ്ക്ക് മുന്നിൽ ഞങ്ങളാരും ഒന്നുമല്ലല്ലോ എന്ന തോന്നൽ ആ മുത്തുമാലകൾക്കുണ്ടാവുകയും അവരെന്ത് ചെയ്യുന്നു? ലജ്ജിച്ച് തലതാഴ്ത്തുകയും ചെയ്യും. ഇത് മറ്റൊരു വിലപിടിച്ച മുത്തുമാലയായി. ഏത്? ജയദേവ കവിയുടെ അഷ്ടപതി എന്ന് പറയുന്നതിലെ ശ്ലോകങ്ങള് മറ്റൊരു വിലപിടിച്ച മുത്തുമാലയായി ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും രാധാഭക്തരുടെയും കഴുത്തിനെ, കണ്ഠത്തിനെ അലങ്കരിക്കട്ടെ എന്നൊരാശംസ കൂടെ നൽകുകയാണ്. ഓർമ്മിക്കുക, പരാശരനെ പോലെയുള്ള വൈഷ്ണവ ഭക്തർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയങ്ങൾ ഭഗവാന്റെ ഹൃദയത്തോട് എപ്പോഴും ഒട്ടിച്ചു വെച്ചാണ് ജീവിക്കുന്നത്. വൈഷ്ണവരെപ്പോഴും അവരുടെ ഹൃദയം ഭഗവാന്റെ ഹൃദയത്തോട് ഒട്ടിച്ചു വെച്ചാണ് ജീവിക്കുന്നത്. ഗോസ്വാമിമാർ തുടങ്ങി രാധാഭക്തര് രാധാറാണിയുടെ ഹൃദയത്തോട് ഒട്ടിച്ചു വെച്ച് ജീവിക്കുന്നു. അപ്പോൾ പറയുകയാണ്, ഇനി മുതൽ വൈഷ്ണവരുടെ അടയാളമായ ചന്ദനമാല നിങ്ങൾ ധരിക്കേണ്ട. പകരം, അതായത് വൈഷ്ണവ ഭക്തർ എപ്പോഴും കഴുത്തിൽ ഏത് ധരിക്കാറുണ്ട്? ചന്ദനമാല ധരിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ കഴുത്തിൽ ഇട്ടിരിക്കുന്നത് ചന്ദനമാലയാണ്. ചന്ദനം സ്വർണത്തിൽ കെട്ടി ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ കഴുത്തിൽ ധരിച്ചിരിക്കുന്നത് ചന്ദനമാലയാണ്. കാരണം അത് വൈഷ്ണവരുടെ അടയാളമാണ്. രുദ്രാക്ഷം എന്ന് പറയുന്നത് ശിവഭക്തരുടെ അടയാളവുമാണ്. അപ്പോൾ വൈഷ്ണവ ഭക്തര് ചന്ദനമാല ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ പറയുകയാണ്, ജയദേവ കവി പറയുക, ഹേ വൈഷ്ണവ ഭക്തരെ, ഇനി മുതൽ നിങ്ങൾ ചന്ദനമാല ധരിക്കേണ്ട. കാരണം ആ ചന്ദനത്തേക്കാൾ വിലപ്പെട്ടതും
ചന്ദനത്തേക്കാൾ ശീതളിമയേകുന്നതുമായ മറ്റൊരു മാലയുണ്ട്. അത് ജയദേവ കവിയുടെ അഷ്ടപദിയിലെ ശ്ലോകങ്ങൾ കോർത്ത മാലയാണ്. അത് നിങ്ങൾ ധരിച്ചാൽ മതി. ഇന്നു മുതൽ വൈഷ്ണവരുടെ അടയാളം എന്ന് പറയുന്നത് ചന്ദനമാലയല്ല, അഷ്ടപദിയിലെ ശ്ലോകങ്ങളാണെന്ന് പറഞ്ഞാൽ വൈഷ്ണവര് അഷ്ടപതി പാടി നടന്നാൽ മതി. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദനം വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ ചന്ദനമാല ധരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധാരണക്കാർക്ക് കഴിയില്ല. പിന്നെ അത് സ്വർണത്തിലും കൂടെ കെട്ടി ധരിക്കുക എന്ന് പറഞ്ഞാൽ കഴിയില്ല. പക്ഷേ വൈഷ്ണവ ഭക്തർ വിഷമിക്കണ്ട, നിങ്ങൾ ചന്ദനമാല ധരിക്കണ്ട. പകരം ജയദേവ കവിയുടെ അഷ്ടപദിയിലെ ശ്ലോകങ്ങൾ പാടി നടന്നാൽ മതി. അത് തന്നെയാണ് വൈഷ്ണവന്റെ ചന്ദനമാല എന്ന് പറയുന്നത്. ഇനി കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരും നയിക്കുന്നവരുമായ വൈഷ്ണവരെ, നിങ്ങൾ ഒരിക്കലും സുന്ദരികളായ യുവതികളെ ആലിംഗനം ചെയ്യണ്ട. അതിനു പകരം നിങ്ങൾക്ക് അതിനേക്കാൾ സുഖം കിട്ടുന്ന ഒന്നുണ്ട്, അതിനെ ആലിംഗനം ചെയ്താൽ മതി. സുന്ദരികളായ യുവതികളെ ആലിംഗനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് സുഖം കിട്ടുമോ അതിൻ്റെ കോടി മടങ്ങ് സുഖം കിട്ടുന്ന മറ്റൊരു സുന്ദരിയുണ്ട്. അത് അഷ്ടപതിയാണ്. നിങ്ങൾ അതിനെ ആലിംഗനം ചെയ്യൂ. ലൗകിക സുഖം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് സുന്ദരിമാരായ യുവതികള് അല്ലെങ്കിൽ യുവാക്കള്. അവരുടെ നെഞ്ചിനെ അലങ്കരിക്കുന്ന ഒന്നാണ് രത്നമാലകൾ എന്ന് പറയുന്നത്. എന്നിട്ട് ജയദേവ കവി പറയുകയാണ്, ഇനി ലൗകിക ജീവിതം നയിക്കുന്ന വൈഷ്ണവർ സുന്ദരികളായ യുവതികളെ ആലിംഗനം ചെയ്യുന്നു, രത്നമാല ധരിക്കുന്നു. സന്യാസിമാരെ, വൈഷ്ണവ ഭക്തരായ സന്യാസിമാരെ, നിങ്ങൾക്കും ഇനി യുവതിയെ ആലിംഗനം ചെയ്യുന്ന സുഖം നിങ്ങൾക്ക് അനുഭവിക്കാം. എങ്ങനെ? സന്യാസിമാരെ, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, അഷ്ടപതിയെ ആലിംഗനം ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ അഷ്ടപതിയിലെ ശ്ലോകങ്ങൾ മനസ്സിരുത്തി അങ്ങോട്ട് ചൊല്ലിയാൽ മതി. അതോടെ നിങ്ങൾക്ക് അതിസുന്ദരിയായ യുവതിയെ ആലിംഗനം ചെയ്യുന്ന സുഖം കിട്ടും. അഷ്ടപതിയിലെ ശ്ലോകങ്ങൾ മാലയായി കോർത്തിടൂ എന്ന് പറഞ്ഞാൽ അഷ്ടപതിയിലെ ശ്ലോകങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കൂ. എപ്പോഴും അങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ, നെഞ്ചോട് ചേർത്ത് വെക്കൂ എന്ന് പറഞ്ഞാൽ ബുക്കെടുത്ത് ഇങ്ങനെ അടുക്കി വെക്കാനല്ല, ആ അഷ്ടപതിയിലെ ശ്ലോകങ്ങൾ എപ്പോഴും സ്മരിക്കൂ. അങ്ങനെ ചെയ്താൽ അത് നിങ്ങൾക്ക് രത്നമാലയായി ഭവിക്കുന്നതാണ്. അപ്പോൾ ഇനി തൊട്ട് സന്യാസിമാർക്കും സുന്ദരികളായ യുവതികളെ ആലിംഗനം ചെയ്യുന്ന സുഖം കിട്ടും. കാരണം അഷ്ടപതി സുന്ദരികളായ യുവതികളെക്കാൾ സുന്ദരിയാണ്. അങ്ങനെ ഓരോ അംശത്തിലും ഏത് സാഹചര്യങ്ങൾ വരുമ്പോഴും രാധയെയും കൃഷ്ണനെയും പ്രകീർത്തിക്കുന്ന ജയദേവ കവിയുടെ അഷ്ടപതി അല്ലെങ്കിൽ ഗീതാഗോവിന്ദം, ഈ ഗീതാഗോവിന്ദം രാധാഭക്തരുടെയും കൃഷ്ണഭക്തരുടെയും കണ്ഠത്തെ അലങ്കരിക്കട്ടെ എന്ന ഒരു വലിയ ആശംസയാണ് ഇവിടെ ജയദേവ കവി നൽകുന്നത്. നമ്മുടെ തൊട്ടടുത്ത ശ്ലോകം പാടിത്തരുന്നത് അഞ്ജന കൃഷ്ണയുടെ അമ്മയായ രമ്യയാണ്. അതിമനോഹരമായ രമ്യ ഹൃദയത്തിൽ തട്ടി ഇത് പാടുകയാണ്. അതിനുശേഷം ഞാനത് പഠിപ്പിക്കും. സാമാം ദ്രക്ഷ്യതി വക്ഷ്യതി സ്മരകഥാം പ്രത്യംഗമാലിംഗനൈ പ്രീതിം യാസ്യതി രംസ്യത്തെ സഖി സമാഗത്യേതി സഞ്ചിന്തയൻ സ ത്വാം പശ്യതി വേപത്തെ പുളകയത്യാനന്ദതി സ്വിധ്യതി പ്രത്യുഗച്ഛതി മൂർച്ഛതി സ്ഥിരതമ പുഞ്ചേ നികുഞ്ചേ പ്രിയ. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് വരാം. കേട്ടുള്ളൂ. സാമാം ദ്രക്ഷ്യതി വക്ഷ്യതി സ്മരകഥാം പ്രത്യംഗമാലിംഗനൈ പ്രീതിം യാസ്യതി രംസ്യതേ സഖി സമാഗത്യേതി സഞ്ചിന്തയൻ സത്വാം പശ്യതി വേപദേ പുളകയത്യാനന്ദതി സിദ്ധ്യതി പ്രത്യുഗച്ഛതി മൂർച്ഛതി സ്ഥിരതമാ
പുഞ്ചേ നികുഞ്ചേ പ്രിയ. അർത്ഥം എഴുതിക്കോ. സാ മാം, അർത്ഥം അവൾ എന്നെ. സാ മാം, അവൾ എന്നെ. ദ്രക്ഷ്യതി, അർത്ഥം വന്ന് കാണും. ദ്രക്ഷ്യതി, വന്ന് കാണും എന്ന് വെച്ചാൽ എൻ്റെ അടുക്കലേക്ക് വന്ന് കാണും എന്നാണ് അർത്ഥം. പിന്നെ വക്ഷ്യതി, സംസാരിക്കും, സംസാരിക്കും. സ്മരകഥ, പ്രണയകഥകൾ, പ്രണയകഥകൾ. പ്രത്യംഗം, അർത്ഥം ഓരോ അവയവങ്ങളിലും. ആലിംഗനെ, കെട്ടിപ്പിടിക്കും. പ്രീതിം, സന്തോഷവതിയാകും. യസ്യതി, എത്തിച്ചേരും. രംസ്യതേ, രമിക്കും. സമാഗത്യേ, വരുന്നുണ്ട്. സഞ്ചിന്തയൻ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്. പശ്യതി, കാണുന്നു. വേപതേ, വിറകൊള്ളുന്നു. പുളക അത്യാനന്ദി, അർത്ഥം രോമാഞ്ചമുണ്ടായി ആനന്ദിക്കുന്നു. രോമാഞ്ചമുണ്ടായി ആനന്ദിക്കുന്നു. സ്വിദ്യതി, വിയർക്കുന്നു. പ്രത്യുദ്ഗച്ഛതി, സ്വീകരിക്കാൻ എഴുന്നേൽക്കുന്നു. പ്രത്യുദ്ഗച്ഛതി, സ്വീകരിക്കാൻ എഴുന്നേൽക്കുന്നു. മൂർച്ഛതി, ബോധം കെട്ടു വീഴുന്നു. സ്ഥിരതമ, പുഞ്ചം, എപ്പോഴും ഇരുളടഞ്ഞ് കിടക്കുന്ന. സ്ഥിരതമ പുഞ്ചം, എപ്പോഴും ഇരുളടഞ്ഞ് കിടക്കുന്ന. ഇനി പുഞ്ചം, അർത്ഥം കൂട്ടം. നികുഞ്ചം, വള്ളിക്കുടിൽ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അല്ലയോ സഖി, അവൾ രാധ എന്നെ വന്ന് കാണും. ഉറപ്പായിട്ടും അവൾ എന്ത് ചെയ്യും? എന്നെ വന്ന് കാണും. പഴയ കാമ കഥകൾ പറയും. അവരുടെ ഈ ഓരോ അവയവങ്ങളിലും ഞാൻ ആലിംഗനം ചെയ്യും. അതോടെ അവൾ സന്തോഷവതിയാകും. എന്നിട്ട് ഞങ്ങൾ രതിലീലയിൽ ഏർപ്പെടും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് എപ്പോഴും ഇരുട്ടു മൂടിക്കിടക്കുന്ന വള്ളിക്കുടിലിൽ നിന്റെ പ്രിയതമൻ നിന്നെ തന്നെ നോക്കിയിരിക്കുന്നു. അവൻ്റെ ശരീരം വിറയ്ക്കുന്നു. അവന് രോമാഞ്ചം ഉണ്ടാകുന്നു, ആനന്ദിക്കുന്നു, വിയർക്കുന്നു, നിന്നെ എതിരേൽക്കാനായി എഴുന്നേൽക്കുന്നു, അതോടെ ബോധശൂന്യനായി വീഴുന്നു. അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, കൃഷ്ണൻ പറയുകയാണ് രാധ എന്നെ വന്ന് കാണും. പണ്ട് നമ്മൾ രതിലീലകളാടിയ കഥകൾ പറയും. അവളുടെ ഓരോ അവയവങ്ങളും ഞാൻ കൈകളിലെടുത്ത് താലോലിച്ച് അവയവങ്ങളെ ഞാൻ ആലിംഗനം ചെയ്യും. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാകും. ആ സന്തോഷത്തോടെ ഞങ്ങൾ രതിലീലയിൽ ഏർപ്പെടും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൃഷ്ണൻ എവിടെ ഇരിക്കുകയാണ്? ഒരു വള്ളിക്കുടിലിൽ ഇരിക്കുകയാണ്. അതങ്ങനെ ഇരുട്ടുകൊണ്ട് മൂടിയിരിക്കുകയാണ്. രാധ വരുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ കൃഷ്ണന്റെ ശരീരം വിറയ്ക്കുന്നു. കൃഷ്ണന് രോമാഞ്ചം ഉണ്ടാകുന്നു, ആനന്ദിക്കുന്നു. കൃഷ്ണൻ വിയർക്കുന്നുണ്ട് എന്ന് മാത്രവുമല്ല, രാധയെ എതിരേൽക്കാനായി എഴുന്നേൽക്കുന്നു. പെട്ടെന്ന് ബോധം നശിച്ച് വീഴുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശ രൂപമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇതൊരു അസാധാരണമായ ശ്ലോകമാണ്. ഇവിടെ നാട്യശാസ്ത്ര പ്രകാരം സ്വാത്വിക ഭാവങ്ങൾ 8 സ്വാത്വിക ഭാവങ്ങളെ ഇവിടെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ 8 സ്വാത്വിക ഭാവങ്ങൾ? 1 സ്തംഭ, 2 വൈവർണ്യ. ഇവിടുത്തെ സ്തംഭ എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് രാധയെ കാത്തു നിൽക്കുന്നു, ആ അവസ്ഥ വൈവർണ്യം. പക്ഷേ രാധ വരുന്നില്ല എന്നറിയുമ്പോൾ കൃഷ്ണൻ ചലിക്കുവാൻ പോലും കഴിയാതെ നിൽക്കുന്നു. അതാണ് സ്തംഭ. അപ്പൊ 2 മനസ്സിലായില്ലേ? 1 സ്തംഭ, 2 വൈവർണ്യ, ഇനി 3 വേപതു, 4 അശ്രു, 4 രോമാഞ്ച. വേപതു, രോമാഞ്ച. അതായത് രാധാറാണിയുടെ കാമകേളിയെക്കുറിച്ച് ചിന്തിച്ചു കഴിയുമ്പോൾ കൃഷ്ണന്റെ ശരീരം വിറയ്ക്കുന്നു, കൃഷ്ണന് രോമാഞ്ചം ഉണ്ടാകുന്നു. അടുത്തത് ഏതാണ്? അശ്രു, പിന്നെ സ്വേദ. 5 അശ്രു, 6 സ്വേദ.
അതായത് രാധ തൻ്റെയും താൻ രാധയുടെയും ഓരോ അവയവങ്ങളെടുത്ത് തലോടുന്നു. എങ്ങനെ ചിന്തിക്കുന്ന കഴിയുമ്പോഴേക്കും ഓരോ അവയവത്തെയും ആലിംഗനം ചെയ്യുന്നു അങ്ങനെ ചിന്തിച്ചപ്പോഴേക്കും കൃഷ്ണൻ വിയർപ്പിൽ കുളിച്ചുപോയി. അതാണ് ഏതെന്ന് പറയുന്നത് അശ്രു സ്വേദ. പിന്നെ 7, 8 സ്വരഭംഗ പ്രലയ. ഇവിടെ സ്വരഭംഗ എന്ന് പറഞ്ഞാൽ രാധയുമായി ഒന്നിക്കുന്നതിനെ കുറിച്ച്, രാധയുമായി ഒരുമിച്ച് കാമകേളികൾ ആടുന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ കൃഷ്ണന് കണ്ഠമിടറിപ്പോയി. കൃഷ്ണന് രാധ എന്ന് തികച്ചു വിളിക്കാൻ പോലും കഴിയുന്നില്ല. അതാണ് സ്വരഭംഗം. എന്നാൽ രാധാറാണിയുമായി തനിക്ക് സംഗമിക്കാൻ പറ്റുന്നില്ല. രാധാറാണി പിണങ്ങിയിരിക്കുകയാണെന്ന് ചിന്തിക്കുമ്പോൾ കൃഷ്ണനാകെ തകർന്നു പോകുന്നു. അതാണ് പ്രലയ. അങ്ങനെ 8 സ്വാത്വിക ഭാവങ്ങളെ ചേർത്ത് വെച്ചിട്ടാണ് ഈ ശ്ലോകം ജയദേവ കവി നിർമ്മിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയണം. മനസ്സിലായില്ലേ? സ്തംഭയുണ്ട്, വൈവർണ്യ, വേപതു, രോമാഞ്ച, അശ്രു, സ്വേദ, സ്വരഭംഗ, പ്രലയ എന്നിങ്ങനെ 8 ഭാഗങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോ, കൃഷ്ണൻ രാധാറാണിയുടെ വരവും പ്രതീക്ഷിച്ച് ഉത്കണ്ഠാകുലനായി ആകാംക്ഷയോടെ ഇരിക്കുകയാണെന്നും അതുകൊണ്ട് രാധയെ നീ വേഗത്തിൽ അവിടെ എത്തിച്ചേരണമെന്നും സഖി രാധാറാണിയോട് പറയുന്നതാണ് ഈ ശ്ലോകം. സഖി പറഞ്ഞു കൊടുക്കുകയാണ്, രാധയെ കൃഷ്ണൻ ഇപ്പോൾ വളരെ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. കൃഷ്ണൻ വല്ലാത്ത ഒരു മാനസിക അവസ്ഥയിലാണ്. ഇരുട്ട് കട്ട പിടിച്ചു കിടക്കുന്ന ആ വള്ളിക്കുടിലിൽ കൃഷ്ണൻ ഏകനായിരിക്കുകയാണ്. കൃഷ്ണന്റെ പെരുമാറ്റം തികച്ചും അസാധാരണം. അത് സൂചിപ്പിക്കുന്നത് നിന്നെ കാണാനായി കൃഷ്ണൻ തീവ്രമായി ആഗ്രഹിക്കുന്നു എന്നാണ് രാധേ. കാമചിന്തകളാൽ കൃഷ്ണൻ ആട്ടിമൂട്ടി ഉലയുകയാണ് രാധേ. കൃഷ്ണനെ കാമചിന്തകളും മതിക്കുകയാണ്. പക്ഷേ അവന് നിന്നെ ലഭിക്കുന്നില്ല എന്നോർത്ത് അവൻ ആകെ ക്ഷീണിതനായി തീർന്നു. കൃഷ്ണൻ പറയുകയാണ്, രാധ വരും, എന്നെ കാണാൻ വരും. എന്നിട്ട് നിങ്ങൾ തമ്മിൽ പണ്ട് ആ നികുഞ്ചത്തിൽ വെച്ചുണ്ടായ രതിലീലകളെ, കാമകേളികളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോഴേക്കും കൃഷ്ണൻ നിന്റെ ഓരോ അവയവങ്ങളെയും ആലിംഗനം ചെയ്യും, നീയും അതുപോലെ പ്രത്യാലിംഗനം ചെയ്യും. കൃഷ്ണൻ പറയുകയാണ്, ഞാൻ അവളുടെ ഓരോ അവയവങ്ങളും വാരി പുണർന്ന് ആലിംഗനം ചെയ്യും, ഞാൻ അവളെ ഉമ്മ വയ്ക്കും. അതേ, അവളുടെ നെറ്റിത്തടത്തെ ഞാൻ ചുണ്ടുകൾ കൊണ്ട് ആലിംഗനം ചെയ്യും, അവളുടെ കണ്ണുകളെ ഞാൻ ചുണ്ടുകൾ കൊണ്ട് ആലിംഗനം ചെയ്യും, അവളുടെ കവിളിലൂടെ എൻ്റെ ചുണ്ടുകൾ ഓടി നടക്കും, എൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിൻ്റെ ഓരോ ഭാഗത്തെയും ആലിംഗനം ചെയ്യും. ഞങ്ങളുടെ രണ്ടുപേരുടെയും ചുണ്ടുകൾ പരസ്പരം ആലിംഗനം ചെയ്യും, കഴുത്തിലും മാറിടങ്ങളിലും ചുണ്ടുകൾ ഒട്ടിക്കും, ആലില വയറിനെ തഴുകി ഉണർത്തും, അവളുടെ തടിച്ച സ്ഥലങ്ങളെ 2 കൈകൾ കൊണ്ടും കോരിയെടുത്ത് ഞാൻ ആലിംഗനം ചെയ്യും. അപ്പോൾ അവൾ സന്തോഷവതിയായിക്കൊണ്ട് എന്നെ കെട്ടിപ്പിടിക്കും. അങ്ങനെ ഞങ്ങൾ രതിലീലയുടെ പരമോന്നതിയിൽ എത്തിച്ചേരും. എന്നിട്ട് ആ നികുഞ്ചത്തിലേക്ക് വീണ് പരസ്പരം വാരിപ്പുണർന്നൊന്നാകും. രാധേ, കൃഷ്ണന്റെ ഹൃദയം ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് പ്രതീക്ഷകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. രാധേ, നീ അവനെ നിരാശപ്പെടുത്തരുത്. നിനക്കറിയുമോ, കൃഷ്ണൻ ഇങ്ങനെ ധ്യാനത്തിലിരിക്കുമ്പോൾ നീ വരുന്നതായി കാണും. ആ കാഴ്ച കാണുമ്പം തന്നെ കൃഷ്ണന്റെ ദേഹം വിറയ്ക്കും. അടിമുടി കൃഷ്ണൻ രോമാഞ്ചം നടത്തും.
നീ അടുത്തു വന്നിരുന്നിട്ട് പഴയ കാമകഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾപ്പിക്കുന്നതായിട്ട് കൃഷ്ണൻ വിചാരിക്കും. അങ്ങനെ നിങ്ങൾ രതിലീലകളിൽ ഏർപ്പെടുന്നതായി വിചാരിക്കും. രാധേ, പണ്ട് നീ കൃഷ്ണനെ നികുഞ്ചത്തിൽ കാണുമ്പോൾ വാരിപ്പുണർന്ന് ഒന്നാകത്തില്ലേ? അതൊക്കെ നീ എണ്ണി എണ്ണി പറയുന്നതായിട്ടാണ് കൃഷ്ണൻ കരുതുന്നത്. രാധയെ, നീ കൃഷ്ണന്റെ അടുക്കൽ ചെല്ലുന്നതായിട്ടും നീ കൃഷ്ണനെ വാരിപ്പുണരുന്നതായിട്ടും നീ കൃഷ്ണനെ ചുംബിക്കുന്നതായിട്ടും ഒക്കെ കൃഷ്ണൻ വിചാരിക്കും. തിരിച്ചും അങ്ങനെ ചെയ്യുന്നതായി വിചാരിക്കും. അതോടെ കൃഷ്ണൻ വിയർപ്പിൽ കുളിക്കും. നീ വരുന്നെന്ന് കരുതി നിന്നെ സ്വീകരിക്കാനായി എഴുന്നേക്കും. പക്ഷേ എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് കൃഷ്ണൻ അറിയുന്നത് നീ ഇല്ല, ഇതൊക്കെ കൃഷ്ണന്റെ തോന്നലാണെന്ന്. അത് കൃഷ്ണന് താങ്ങാൻ കഴിയുന്നില്ല. അതോടെ കൃഷ്ണന് തൻ്റെ ദേഹം കുഴഞ്ഞു വരും. അദ്ദേഹം നിലത്തേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. രാധേ, ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ നിലത്തേക്ക് വീണ കൃഷ്ണന് തൻ്റെ ബോധം മറയുകയാണ്. മനസ്സിലാക്കുക, ഈ 14 ലോകവും അടക്കി ഭരിക്കുന്ന ആളാണ് നാരായണൻ. ശിവൻ പോലും ആരാധിക്കുന്ന ആളാണ് നാരായണൻ. ആ നാരായണന് ഒരു പെണ്ണിന്റെ ദർശനം ഒന്ന് കിട്ടാത്തത് കൊണ്ട്, ഒരു പെണ്ണിനെ തൊട്ടടുത്തേക്ക് തൻ്റെ അടുത്തേക്ക് പ്രണയത്തോടെ വരാത്തത് കൊണ്ട് ശരീരം കുഴഞ്ഞു വീഴുകയും ബോധം നശിക്കുകയും ചെയ്യണമെങ്കിൽ ആ പെണ്ണാരായിരിക്കും? ആ പെണ്ണിന്റെ ഗുണഗണങ്ങൾ എന്തുമാത്രം വലുതായിരിക്കും? വെറുതെ ഒരു സാധാ പെണ്ണിനു വേണ്ടി കൃഷ്ണൻ തൻ്റെ ദേഹം വിറയ്ക്കുകയും വിയർക്കുകയും കാത്തിരിക്കുകയും കൃഷ്ണൻ ബോധം കെട്ട് വീഴുകയും ചെയ്യുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ശരിക്കും ജയദേവ കവി രാധാറാണിക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. ഒരു പെണ്ണിന്റെ ദർശനം കിട്ടാത്തത് കൊണ്ട്, ഒരു പെണ്ണിന്റെ സാമീപ്യം കിട്ടാത്തത് കൊണ്ട് കൃഷ്ണൻ എന്തു ചെയ്യുന്നു? ഇരുട്ടത്ത് ഒരു നികുഞ്ചത്തിൽ ഒറ്റയ്ക്കിരിക്കുന്നു. എന്നിട്ട് രാധ വരുന്നതായി വിചാരിച്ച് സംസാരിക്കുന്നു, ആലിംഗനം ചെയ്യുന്നതായി വിചാരിക്കുന്നു. രാധ എത്തുന്നു എന്ന് കണ്ട് ചാടി എഴുന്നേൽക്കുന്നു. അതല്ല എന്ന് കാണുമ്പോൾ ശരീരം മുഴുവനും കുഴഞ്ഞ് വിയർത്ത് നിലത്തേക്ക് വീണ് ബോധം മറയണമെങ്കിൽ ആ പെണ്ണാരാണ്? ആ പെണ്ണാരാണ്? അതാണ് ആദിപരാശക്തി. അതാണ് ആദിപരാശക്തി. കൃഷ്ണന്റെ ശക്തി രാധയാണ്. ക്ലാദിനി ശക്തിയാണ് രാധ. രാധ ഇല്ലെങ്കിൽ പിന്നെ കൃഷ്ണൻ ബോധശൂന്യൻ തന്നെയാണ്. അത് മനസ്സിലാക്കുക. വെറുതെ കൃഷ്ണനെ മാത്രം ഭജിക്കരുതേ, രാധയെയും കൂടെ ചേർത്തു പിടിക്കൂ. ചേർത്തു പിടിച്ചില്ലെങ്കിൽ കൃഷ്ണനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടുകയില്ല. അപ്പൊ സഖി പറയുന്നു, അങ്ങനെ ഒരു അവസ്ഥയിൽ കൃഷ്ണൻ കഴിയുന്നു. ചെല്ലൂ രാധേ, ചെല്ലൂ രാധേ, നീ ചെല്ലൂ. കൃഷ്ണൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കൃഷ്ണൻ ശരീരം പോലും വെടിയുന്ന അവസ്ഥയിലേക്ക് എത്തും. അതിനെ ഇടയാക്കരുത്. രാധേ പോകൂ, രാധേ പോകൂ, പോകൂ രാധേ, രാധേ രാധേ, ഓ രാധേ 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 രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രസേശ്വരി രാധികായേ സ്വാഹ.